കേൾപ്പിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞിട്ടില്ല. കേൾപ്പിക്കാൻ അല്ല തുസ്മിയുടെ അർത്ഥം ഈ ആയത്തിൽ കേൾപ്പിക്കുക എന്നല്ല. തുസ്മിയുടെ അർത്ഥം കേൾപ്പിക്കുക എന്നല്ല. ഇബ്നുൽ ഖയ്യിം പറയുന്നു കേൾപ്പിക്കുക എന്നല്ല, അനുസരിപ്പിക്കുക എന്നാകുന്നു. അതന്നെ തകരാറ്, ഇവിടെ തന്നെ പ്രശ്നം. ലോകം ഒന്നാകെ കേൾക്കുന്നുണ്ട്. ഇതിലൂടെ ലോകം ഒന്നാകെ കേൾക്കുന്നുണ്ട്. ലോകം ഒന്നാകെ കേൾക്കട്ടെ. നിങ്ങളെ മണ്ടത്തരം പൊട്ടത്തരം മുജാഹിദ് നിങ്ങളെ പഠിപ്പിച്ച പൊട്ടത്തരം ലോകം ഒന്നാകെ അറിയട്ടെ. ഇന്നകല തുസ്മിഉ എന്ന് പറഞ്ഞ തുസ്മിഉവിന്റെ അർത്ഥം കേൾപ്പിക്കുക എന്നല്ല, അനുസരിപ്പിക്കുക എന്നാണ്. ഈ അർത്ഥം ലോകം ഒന്നാകെ അറിയട്ടെ. മരണപ്പെട്ടവർ കേൾക്കും എന്നാണ് സമസ്ത വിശ്വാസം, AP വിശ്വാസം. അതുകൊണ്ടാണ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുന്നതും മമ്പറത്ത് തങ്ങളെ വിളിച്ച് തേടുന്നതും മറ്റ് മഹാന്മാരെ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നതെല്ലാം. പക്ഷെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മരിച്ചവരെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വിളിച്ചാൽ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന്. സൂറത്ത് അൽ ഫാത്തിർ പറയുന്നുണ്ട്, വമാ യസ്തവിൽ അഹ്യാഹു വലൽ അംവാത് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തുല്യമാവില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും, താങ്കൾ വിചാരിച്ചാൽ ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിയൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മളോടും പറയണേ. അതിനുശേഷം സൂറത്ത് അൻ-നംലിലും സൂറത്ത് റൂമിലും ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ സുമ്മുദ് ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, താങ്കൾക്ക് മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ കഴിയില്ല, അതുപോലെ ചെവി കേൾക്കാത്തവരെ സത്യസന്ദേശം പറയുമ്പോൾ അവരെയും കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊരു ഉപമ പറഞ്ഞു. ഉപമ പറഞ്ഞത് മുശ്രിക്കീങ്ങൾക്ക് ഉപമ കൊടുത്തത് മരിച്ചുപോയ ശവങ്ങളാണ്, അല്ലെങ്കിൽ മയ്യത്തുകളാണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മരിച്ചുപോയ മാന്മാരെന്ന് നിങ്ങൾ പറയുന്നവരെ വിളിച്ച് തേടുന്നത്? മരിച്ചുപോയവർക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ വേറെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല. അതെന്ത് വിശ്വാസമാണ്? ആ വിശ്വാസം ഖുർആനിനെതിരാണ്. ഖുർആനിലെ ആയത്തിനെതിരെയുള്ള വിശ്വാസം വന്നാൽ അത് കുഫ്റാണെന്നാണ് മുസ്ലിം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. അസ്സലാമു അലൈക്കും. നല്ല പ്രസക്തമായ ചോദ്യമാണ്, അങ്ങനെ ചോദിക്കണം. അതാണ് നമ്മളെ വിഷയത്തിൽപ്പെട്ട ചോദ്യമാണ്. ചോദ്യകർത്താവിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. 3 ആയത്തുകളിലുണ്ട് മരണപ്പെട്ടു പോയവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല എന്ന് 3 ആയത്തിലുണ്ട് എന്നാ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 3 അല്ല 3-ലധികമുണ്ട്. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള വർത്തമാനം 3 ആയത്തിലൊന്നല്ല, അതിലപ്പുറമുണ്ട്. എൻ്റെ വിഷയം അതല്ല. 3 നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ 3 തന്നെ നിൽക്കാം. ഈ 3 ആയത്തും ഇതൊന്ന് കൂട്ടാൻ പറയ കുട്ടിയെ. ഈ 3 ആയത്തും ഇറങ്ങിയത് ആർക്കാ? നമ്മക്ക് കേരളത്തിലേക്ക് നേരിട്ട് ഇറങ്ങിയതല്ലല്ലോ ഈ ആയത്ത്. ഈ ആയത്തുകളെല്ലാം ഇറങ്ങിയത് ആരുടെ പേരിലാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഈ ആയത്ത് മുഴുവനും ഇറങ്ങിയത്. ഈ നിങ്ങൾ പറഞ്ഞ 3 ആയത്തും അല്ലാത്ത ആയത്തും ഒക്കെ ഇറങ്ങിയത് ആർക്കാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തിന്റെ അർത്ഥം അറിയുന്ന ആളാണല്ലോ. ഈ ആയത്ത് അറിയുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? മരിച്ചവർ കേൾക്കുമെന്നാണോ കേൾക്കുകയില്ല എന്നാണോ പറഞ്ഞത്? ഇതാ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും. സ്വഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ 1338 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ അബ്ദു ഇദാ വുദിയ ഫീ ഖബ്രിഹി, ഒരു മനുഷ്യനെ തന്റെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടു. വതവല്ലാ വദഹബ അസ്ഹാബുഹു, അവന്റെ അനുയായികൾ ആ മയ്യത്ത് സംസ്കരണ പ്രക്രിയകളിൽ പങ്കെടുത്ത അവന്റെ അനുയായികൾ പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ, ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസാണ്, ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅനിയാലിഹിം, ആ മയ്യത്ത് അവരുടെ, ഞാൻ പറയണത് നിങ്ങൾ കേട്ടിട്ട് ബാക്കി പറഞ്ഞാൽ പോരെ. നിങ്ങൾ പറയാൻ പോണതും ഇതിന് നിങ്ങൾ ക്രോസ് ചെയ്യാൻ പോണതും അതിന് ഞാൻ മറുപടി പറയുന്നതും അപ്പം നിങ്ങൾ പറയാൻ പോണതും പിന്നീട് ഉണ്ടാകുന്നതും അതിനുള്ള മറുപടിയും കൂടി എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കി, അത് കേൾക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾക്ക് വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലയസ്മഉ ഖർഅനിയാലിഹിം ഖാല റസൂലുള്ളാഹി,
ആ മയ്യത്ത് എന്തു ചെയ്യുന്നു? സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് മയ്യത്ത് മറമാടി പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം ഖബറിന്റെ ഉള്ളിലുള്ള ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. റസൂലുള്ള വെറും കേൾക്കും, യസ്മഉ എന്ന് മാത്രമല്ല, ഇന്നഹു ലയസ്മഉ, കേൾക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അത്രയും ഉറപ്പിച്ചാ പറയുന്നത്. സഹീഹുൽ ബുഖാരിയിൽ 1338 നമ്പർ ഹദീസാണ്. ഈ സഹീഹ് മുസ്ലിമിൽ എടുത്ത് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് 3 ഹദീസുകൾ കാണാൻ കഴിയും. അവിടെ കാണാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മയ്യിത, ഒരു മയ്യിത്ത് ഇദാ വുദിഅ ഫീ ഖബരിഹി, ആ മയ്യിത്തിനെ അവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നഹു, നിശ്ചയം, ലയസ്മഉ, കേൾക്കുക തന്നെ ചെയ്യും, ഖഫ്അനിആലിഹിം ഇദൻ സ്വറഫൂ, അവര് പിരിഞ്ഞു പോരുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. 7217 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ. അപ്പൊ ഈ 3 ആയത്തും ഇറക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ്. ആ റസൂല് മരിച്ചവർ കേൾക്കുമോ കേൾക്കുകയില്ലയോ? ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം പിന്തിരിഞ്ഞു പോരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം വരെ ആ മയ്യത്ത് കേൾക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് കേൾക്കുന്നാണ്. മലക്ക് സ്വഹാബത്ത് പഠിപ്പിച്ച് കേൾക്കുന്നാണ്. അയിമ്മത്തുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും പഠിപ്പിച്ചത് എന്താണ്? കേൾക്കും എന്നാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം, നിങ്ങൾ ഓതിയ ആയത്തിന്റെ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, അതുപോലെ ഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ എന്ന് നിങ്ങൾ ഓതിയ ആയത്ത്, ഈ ആയത്തിൽ പറയുന്നത് മരിച്ചവർ കേൾക്കുകയില്ല എന്നല്ലേ? അല്ല. കേരളത്തിലെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗാദി എല്ലാ ആളുകളുടെയും നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം. അവരുടെ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ അയാൾ പറയുന്നു, ഈ ആയത്ത് മരിച്ചവർ കേൾക്കുമെന്നതിന് ഒരുപാട് തെളിവുകൾ ഇങ്ങനെ നിരത്തിയിട്ട് അതിന് തെളിവാണ് നമ്മൾ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നില്ലേ? തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് മയ്യത്ത് കേൾക്കുമെന്നതിന് തെളിവാണ്. ആരാ പറയണത്? ബഹുമാനപ്പെട്ട നമ്മുടെ അയിമ്മത്തുകൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് ഇബ്നുൽ ഖയ്യിം ബിദഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണെന്ന് അവർ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഇബ്നുൽ ഖയ്യിം. ആ ഇബ്നുൽ ഖയ്യിം പറയാണ്, കണ്ടോ, വയദല്ലു അലാ ഹാദാ അയ്ളൻ മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വഇലല്ലാൻ, മുമ്പ് കാലം മുതലേ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃതമുണ്ട്. അതെന്താ? മിൻ തൽഖീനിൽ മയ്യത്തി ഫീ ഖബരിഹി, ആ മയ്യത്തിനെ ഖബറടക്കപ്പെട്ട ഖബറിൽ വെച്ചുകൊണ്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഈ പരിപാടി വലൗലാ അന്നഹു യസ്മഉ ദാലിക വയന്തഫിഉ ബിഹി ലം യകുൻ ഫീഹി ഫായിദ വകാന അബസാ, തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോ മയ്യത്ത് അത് കേൾക്കുന്നില്ലെങ്കിൽ ഈ ചൊല്ലിക്കൊടുക്കുന്നത് വൃഥാവിലാവില്ലേ? ഒരു ഫായിദയും ഒരു നേട്ടവുമില്ലാത്ത ഒരു പ്രവർത്തനമാവില്ലേ? അതുകൊണ്ട് തന്നെ പഴയകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം കൊണ്ട് തന്നെ, തൽഖീൻ ചൊല്ലിക്കൊടുക്കുക എന്ന കർമ്മം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മരിച്ചവർ കേൾക്കും. അങ്ങനെ കേൾക്കും എന്നതിന് ഒരുപാട് തെളിവുകൾ നിരത്തിയിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം മൂപ്പര് സംശയമായി ഉന്നയിക്കുകയാണ്. എന്താ പറഞ്ഞത്? അമ്മാ ഖൗലുഹു തആല, അപ്പൊ അല്ലാഹുവിന്റെ ഖൗല്. ഏതാ ഖൗല്? വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന് നിങ്ങൾ ഓതിയ ഖൗല്. അതുപോലെ തന്നെ വഹാദിഹിൽ ആയത്തു നദീറു ഖൗലിഹി ഇന്നക ലാ തുസ്മിഉൽ മൗതാ, ഇതൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. എന്നിട്ട് പറയാ ഫസിയാഖുൽ ആയതി യദുല്ലു അലാ അന്നൽ മുറാദ മിൻഹാ അന്നൽ കാഫിറൽ മയ്യിതൽ ഖൽബി ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യന്തഫിഉ ബിഹി. എന്താ പറഞ്ഞത് എന്നറിയോ? ഹൃദയം മരിച്ച അവിശ്വാസികൾ
ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്ന് പറഞ്ഞാല് സന്മാർഗം അവരുടെ ഹൃദയത്തിലേക്ക് തീരെ കയറിയിട്ടില്ലാത്തവർ, അവരുടെ ഹൃദയം മരിച്ചിരിക്കുന്നു, ഹൃദയം മയ്യത്തായിട്ടുണ്ട്. അവരെ കുറിച്ചാണ് അല്ലാഹു തആല എന്തു പറഞ്ഞത്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറഞ്ഞത്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നും പറഞ്ഞത്. ഹൃദയം മരിച്ച അവിശ്വാസികളെ കുറിച്ചാണ്. അവർക്ക് എത്ര ഒരു ജീവൻ പോയിട്ടില്ല, ഹൃദയം ചത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്മാർഗം ഒന്നും ആണ് കയറുന്നില്ല. റസൂൽ എത്ര പറഞ്ഞിട്ട് ഓർക്ക് കയറുന്നില്ല. അപ്പൊ എന്താ? ഓലെ ഹൃദയം മരിച്ചിരിക്കുന്നു. അവരെ കുറിച്ചാണ് ആ മയ്യത്ത് അല്ലെങ്കിൽ മൗത്ത മംഫിൽ ഖുബൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തങ്ങൾ എത്ര ഓതി കൊടുത്തിട്ടും കാര്യമില്ല, ഒരു ഉപകാരവും അവർക്ക് ഉണ്ടാവുകയില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏതുപോലെ നമ്മളൊരു ഗുരുനാഥൻ ഉസ്താദ് ശിഷ്യന്മാരോട് പറയും, എടാ എത്ര ഞാൻ പറഞ്ഞു, ഒറ്റ നിങ്ങളത് ഒരു കാര്യം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നപ്പോൾ എഴുതി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഉസ്താദ് അല്ലെങ്കിൽ മാഷ് ടീച്ചർ ആരായാലും വേണ്ടില്ല, അവര് ശിഷ്യന്മാരോട് പറയാ, ഞാൻ ഇന്നലെ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ കുട്ടി അത് കേട്ടില്ലല്ലോ, വല്ലാത്തൊരു മനുഷ്യന്മാരൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാവം. ആ ഗുരുനാഥന്റെ ശിഷ്യന്മാരൊക്കെ ചൗടുപൊട്ടന്മാരാണ്, കാതുപൊട്ടന്മാരാണ്, ഒന്നിനും ചൗട് കേൾക്കൂല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അത് കേൾക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ മാനെന്താ? അനുസരിക്കൂല. ഈ പ്രയോഗമാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ പറഞ്ഞ മുസ്മിഉ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാതുകൊണ്ട് കേൾപ്പിക്കുക എന്നല്ല, അനുസരണം ഉണ്ടാക്കുക, അത് ഉണ്ടാവൂല എന്നാണ്. ഞാൻ പറഞ്ഞതല്ല, ഇബ്നുൽ ഖയ്യിമ പറഞ്ഞത്, ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യന്തഫിഉ ബിഹി. ഉപകരിക്കുന്ന രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും കേൾപ്പിക്കാൻ, അനുസരിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കൂല. അങ്ങനെ വിശദീകരിച്ച് മൂപ്പർ പറയാ, വലം യുരിദു സുബ്ഹാനഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അന്ന അസ്ഹാബൽ ഖുബൂരി, ഖബറിലുള്ള ആളുകൾ ലാ യസ്മഊന ശൈഅൻ അൽബത്ത, അവർ ഒന്നും കേൾക്കൂല എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം എന്താ? കൈഫ വഖദ് അഖ്ബറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹും യസ്മഊന ഖഫ്ത നിആലിൽ മുശയ്യിഈൻ അല്ലെങ്കിൽ മുശയ്യിഈൻ. മയ്യത്ത് സംസ്കരിച്ച് ഖബറടക്കി പോരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം മയ്യത്ത്, ഖബറടക്കപ്പെട്ട മയ്യത്ത് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. അപ്പൊ മയ്യത്ത് കേൾക്കൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. ഇത് ആലങ്കാരിക പ്രയോഗമാണ്. ആ പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഹൃദയം മരിച്ച അവിശ്വാസികൾ കേൾക്കുകയില്ല എന്നാകുന്നു. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹ് പേജ് 63 ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പം ആയത്തിലുള്ളതും ശരിയാണ്, ഹദീസിലുള്ളതും ശരിയാണ്. പിന്നെ തകരാർ എവിടെയാണ്? നിങ്ങൾ ധരിച്ചിടത്താണ് തകരാറുള്ളത്. ആ ആയത്തിൽ പറഞ്ഞത് ജീവ് പോയ മയ്യത്തിനെ കുറിച്ചുള്ള പരാമർശം അല്ലേ അല്ല. പിന്നെയോ ഹൃദയം മരിച്ച അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇബ്നു തൈമിയയുടെ ഫതാവയിലുണ്ട്, അതുപോലെ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് അത് സംബന്ധമായി ചോദിക്കാനുള്ളതെങ്കിൽ ചോദിക്കാം. ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ച മയ്യത്തിനെ കേൾപ്പിക്കും. അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. ഒരു മയ്യത്തിനെ മരിച്ച് നമ്മൾ കബറടക്കി ആ മയ്യത്ത് നമ്മൾ തിരിച്ചു പോകുന്ന ആൾക്കാരെ കാലടി ശബ്ദം ആ മയ്യത്ത് കേൾക്കും. നമ്മൾ ഇവിടുത്തെ തിരിച്ചു പോകുമ്പോൾ ബാഗ്ദാദ് കിടക്കുന്ന മൊയ്തീൻ ഷേഖ് കേൾക്കില്ല. ആരെയാണോ മയ്യത്തടക്കിയത് ആ ആള് ഈ പോകുന്ന ആൾക്കാരെ ചെരുപ്പടി ശബ്ദം കേൾക്കും. അംഗീകരിക്കുന്നുണ്ട്, സ്വഹീഹ ഹദീസ് ഉണ്ട്. അതുപോലെ ബദർ യുദ്ധത്തിന് ശേഷം മുശ്രിക്കീങ്ങൾ മരിച്ചപ്പോൾ അവരെ ഖബറിന്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അള്ളാഹു കേൾപ്പിച്ചിട്ടുണ്ട്. മുഅ്ജിസത്താണ്, അംഗീകരിക്കും. മുഅ്മിനീങ്ങളായ ഖബറാളികളോട് മുഅ്മിനീങ്ങൾ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും യാ ദാറുൽ മുഅ്മിനീൻ, ദാറുൽ, അപ്പോൾ അവർ കേൾക്കും, അതും അംഗീകരിക്കും. പക്ഷെ അതല്ലല്ലോ അള്ളാഹു പറയണ്ടേ. അള്ളാഹു എന്താ പറയണ്ടേ? ഇന്നക ലാ തുസ്മിഉൽ മൗത, താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. അതേ ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു ഖബറാളിയോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് കേൾക്കൂല എന്നാണ് പറയേണ്ടത്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഒരു ഖബറാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കൂല. ബാക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ പോയിന്റിന് ഉത്തരം, ചോദ്യത്തിനല്ല നിങ്ങൾ ഉത്തരം തന്നെ. നിങ്ങൾ എന്താ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മക്ക മുശ്രിക്കീങ്ങളെ, ഹൃദയം മരിച്ച മക്ക മുശ്രിക്കീങ്ങളെ, സത്യസന്ദേശം സ്വീകരിക്കാത്ത ഹൃദയം മരിച്ച മക്ക മുശ്രിക്കീങ്ങളെ അള്ളാഹു ഉപമിച്ചു. ആരോട് ഉപമിച്ചു? ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് ഉപമിച്ചു. കാരണം എന്താ?
മയ്യത്തിനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓലും കേൾക്കൂല. ഞാനൊരു കാറ് വാങ്ങി, എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്ത് കളർ കാറാ വാങ്ങിയത്? ഞാൻ പറഞ്ഞു ചുവപ്പ് കളർ. ഓൻ ചോദിച്ചു എന്ത് ചുവപ്പ്? ഞാൻ പറഞ്ഞു ചെമ്പരത്തിന്റെ ചുവപ്പ്. ചെമ്പരത്തി ചുവപ്പാണ്, അതുകൊണ്ടാണ് ഉപമ പറഞ്ഞു കൊടുക്കാൻ പറ്റി. മയ്യത്തിന് കേൾക്കൂല, അതുകൊണ്ടാണ് ആ മയ്യത്തിന്റെ ഉപമ പറഞ്ഞു കൊടുത്തത്. പിന്നെ അള്ളയാണ് പറഞ്ഞത് മയ്യത്തിന് കേൾക്കൂലാന്ന്, മയ്യത്തിനെ കേൾപ്പിക്കാൻ പറ്റൂലാന്ന്. അപ്പൊ അള്ള പറഞ്ഞ് വേറെ കൊണ്ടുവരും. ഖുർആനിൽ അള്ള മൂന്നോർത്ത് പറഞ്ഞു മയ്യത്തിനെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റൂല എന്ന്. ആ വിശ്വാസം എന്റെ വിശ്വാസം, നിങ്ങളെ വിശ്വാസം അതന്നെ ഇരിക്കണം. എനിക്കറിയില്ല, അള്ളാഹു ആലം. നിങ്ങളെ വിശ്വാസങ്ങൾ പറഞ്ഞനുസരിച്ച് അതല്ല. അങ്ങനെയാണ് നിങ്ങൾ ആയത്തൊന്ന് കൊണ്ടുവരും. എന്റെ വിശ്വാസം നിങ്ങളെ വിശ്വാസമല്ല, അത് ഉറപ്പന്നെ. നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസമല്ല, എന്റെ അല്ല, ഞങ്ങൾ ആരും വിശ്വാസം അങ്ങനെയല്ല. എന്താ കാരണം എന്നറിയോ? നിങ്ങളിപ്പ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് മാത്രമേ അതിൽ ശരിയുള്ളൂ, അല്ലാത്തത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, അത് ശരിയാണ്, അല്ലാത്തതൊന്നും ശരിയല്ല. എന്തുകൊണ്ടല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം മയ്യത്ത് കേൾക്കൂല എന്നാണ് ഞങ്ങൾ വീണ്ടും പറഞ്ഞത്. അങ്ങനെ അല്ല എന്നാ ഞാൻ പറഞ്ഞതല്ല, ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറയണതൊന്ന് കേൾക്കി, നിങ്ങൾ ഇങ്ങനെ ഇളകിയാലോ? അല്ല, അത് അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എത്ര ഇളകേണ്ടതാണ്, ഞങ്ങൾ ഇളകണില്ലല്ലോ. എന്തൊരു സഹിഷ്ണുതയിലാണ് ഞാൻ അതൊക്കെ കേട്ടതെന്ന് അറിയുങ്ങൾ. അങ്ങനൊക്കെ വേണം, കുറച്ചൊക്കെ ഒരു സഹിഷ്ണുത വേണം കേൾക്കാനുള്ള, ഒരു പ്രതിപക്ഷ സഹിഷ്ണുത. അങ്ങനൊക്കെ ആകുമ്പോഴേ കാര്യങ്ങൾ ചർച്ചകൾ മുന്നോട്ട് പോവുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ആ പറഞ്ഞതിലുള്ള അബദ്ധമാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ആയത്ത് മയ്യത്ത് ജീവൻ പോയ ആളുകൾ കേൾക്കുമോ ഇല്ലയോ എന്ന വിഷയത്തെക്കുറിച്ച് അല്ലേ അല്ലാന്ന് ഞാൻ പറഞ്ഞതല്ല. മുജാഹിദുകൾ അംഗീകരിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്ന നേതാവായ ഇബ്നുൽ ഖയ്യിം അല്ലേ പറഞ്ഞത്. ആരാ ഇബ്നുൽ ഖയ്യിം എന്നറിയോ? കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്റെ ഇടത്തെ കയ്യിലുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. കേൾക്കൂലേ എന്നുള്ള ചർച്ചന്നല്ല. എന്നാലല്ലെങ്കിൽ അതിനെതിരിൽ വേറെ ആയത്ത് കൊണ്ടുവരൂ എന്ന് പറയേണ്ടത്. അതിന് ആ ആയത്ത് പറയണമെങ്കിൽ ഇതിനെതിരിൽ ആയത്ത് വേണ്ടേ? ആയത്തില്ല. ഇവിടെ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറഞ്ഞതും അല്ല. ഇതാണ് വിഷയം. പറഞ്ഞ ആയത്തിന്റെ അർത്ഥം മരിച്ച ജീവൻ പോയ മയ്യത്ത് കേൾക്കുമെന്നാണെങ്കിൽ അല്ലേ ഞാൻ എതിരിൽ വേറെ ആയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ? അങ്ങനെ അല്ല. ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാന നായകനായ പതാക വാഹകൻ പറയുന്നത് എന്താ? അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ധരിച്ചത് തെറ്റാണ് എന്നാണ് ആവർത്തിച്ചു പറയാനുള്ളത്. ഈ പറഞ്ഞ സമാഴ് ഇസ്മാഴിന്റെ അർത്ഥം കാതുകൊണ്ട് കേൾപ്പിക്കുക എന്നല്ല. ഇബ്നുൽ ഖയ്യിം പറയുന്നത് അതാണ് എന്ന ആ ആശങ്ക, ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് നിങ്ങളുടെ ചോദ്യം ഉയരുന്നത്. അത് ഞാൻ തിരുത്തുകയാണ്. അതല്ല ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താ? അനുസരിപ്പിക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് റൂഹിലാണ് പറഞ്ഞത്. ഇനി ഫതാവ ഇബ്നു തൈമിയയുടെ ഫതാവയിൽ ഇതേ വർത്തമാനം കുറച്ചുകൂടി നന്നാക്കി അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. വായിക്കാൻ ഇബാറത്തിന്റെ കൈവശമുണ്ട്. അപ്പൊ അതിലൊക്കെ പറഞ്ഞത് കാതുകൊണ്ട് കേൾക്കൂലേ എന്നല്ല, അനുസരിപ്പിക്കുകയല്ല. ഇസ്മാഅൻ യന്തഫിഉ ബിഹി, ഉപകരിക്കുന്ന രൂപത്തിൽ, ഉപകാരം ചെയ്യുന്ന രൂപത്തിലുള്ള കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കുക. അത് ഇല്ലാന്ന, അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. മരിച്ചോര് കേൾക്കൂലേ? അതിനാ ഞാൻ സഹീഹുൽ ബുഖാരി പറഞ്ഞത്, സഹീഹ് മുസ്ലിം പറഞ്ഞത്, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു യസ്മഉ ഖർഅ നിയാലിഹിം, മരിച്ചവർ കേൾക്കുക തന്നെ ചെയ്യും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും ആകുന്നു. അപ്പോ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തുകയാണ്. സതുദ്ദേശത്തിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ഇന്നൽ മയ്യിത്തല്ല യസ്മഉ എന്ന് പറഞ്ഞ അതുപോലെ തന്നെ അതൊക്കെ ആ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? കാതുകൊണ്ട് കേൾപ്പിക്കുക എന്നല്ല, അനുസരിപ്പിക്കുക എന്നാണ്. അനുസരിപ്പിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ചോപ്പ് പോലെയാണ് എന്ന ഒരു തശ്ബീഹ്, ഒരു ഉപമ ഇവിടെ വരുന്നില്ലേ? അപ്പൊ ചെമ്പരത്തിക്ക് ഏതാനും ചുവപ്പുണ്ട് എന്ന് വന്നില്ലേ? അതുപോലെ ഇതിനും ചുവപ്പുണ്ട് എന്നതുപോലെ മരിച്ചു കിടക്കുന്ന മയ്യത്ത് അതിനേതാലും കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് വന്നില്ലേ? അതിനോട് തശ്ബീഹാക്കുമ്പോൾ അതൊക്കെ ഈ തെറ്റിദ്ധാരണ വരുന്നത് എവിടുന്ന അറിയോ? ഈ തുസ്മിഉ എന്ന് പറഞ്ഞ ഇസ്മാഇന്റെ അർത്ഥം
കേൾപ്പിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത്. അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ വരൂല. അതെന്താ? ഇന്നക്കാശയം നിങ്ങൾ നബിയെ ലാ തുസ്മിഉ, തങ്ങള് അനുസരിപ്പിക്കുകയില്ല അൽ മൗത ഹൃദയം മരിച്ച അവിശ്വാസികളെ. അല്ലെങ്കിൽ വമാ അന്ത, തങ്ങളല്ല ബി മുസ്മിഇൻ, അനുസരിപ്പിക്കുന്നവനല്ല മം ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അനുസരിപ്പിക്കുന്നവൻ അല്ല. ഇതാണ് ആയത്തിന്റെ ശരിയായ അർത്ഥമെന്ന് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയയും ഒക്കെ പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ തശ്ബീഹില്ലേ ഖബറാളികളോട് ഉണ്ടല്ലോ. അപ്പൊ ഖബറാളികൾക്ക് ഇതിലേറെ കേൾക്കാൻ കഴിയില്ല എന്ന് വന്നു. പക്ഷെ അത് ഏത് ഖബറാളിയാ? അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. അതാ തകരാറ്. ആ ഖബറാളി മുസ്ലിമായ ഖബറാളിയെ കുറിച്ചല്ല പറയുന്നത്, അത് കാഫിറായ ഖബറാളിയാകുന്നു. കാഫിറായ ഖബറാളിക്ക് ഒരു ഉപകാരവും ചെയ്യാൻ പറ്റൂല. ഇസ്മാൻ യന്തഫിഉ ബിഹി, ആ ഖബറാളി ഉപകരിക്കുന്ന രൂപത്തിലുള്ള അനുസരിപ്പിക്കുന്ന ഒരു സംഗതിയും കാഫിറായ ആൾക്ക് ചെയ്യാൻ കഴിയില്ല. ഓ അവിശ്വാസിയായി മരിച്ചു പോയതാ, ഓ അങ്ങനെ കേൾക്കാന്നല്ലാതെ അതനുസരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അതേ അവസരത്തിൽ അത് മൂമിനായ മനുഷ്യനാണെങ്കിൽ ആ മൂമിനായ മനുഷ്യന് ഉപകാരം നൽകും, ഉപകാരം ചെയ്യും. ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം എന്ന കിതാബുർ റൂഹിൽ പറയുന്നു, മരണപ്പെട്ടു പോയ ആ ഖബറാളിക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ അതവൻ കേൾക്കുന്നു, അതവനിക്ക് ഉപകരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചു മലക്കുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നു. അപ്പൊ ഈ ഇസ്മാൻ യന്തഫിഉ ബിഹി എന്ന് പറഞ്ഞ അസ്ഹാബുൽ ഖുബൂർ ആരാ? കാഫിറുകളായ അസ്ഹാബുകൾ, ഖബറാളികളാണ്. അവരെ നിങ്ങൾക്ക് അനുസരിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ശരി തന്നെ, ഓലോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഓൽക്ക് അനുസരിക്കാൻ കഴിയൂല, ഓലിഞ്ഞ് ഹിദായത്തിലാകൂല, വേറെ വല്ലതും കബർന്ന് ചെയ്തു തരാനും ഓൽക്ക് കഴിയൂല. അതിലേറെ അതുപോലെയാണ് ആര്? ഹൃദയം മരിച്ച ജീവിച്ചിരിക്കുന്ന കാഫിറുകളും. എന്താ അവർ പറയുന്നത്? വളരെ വ്യക്തമാണ്. മരിച്ചുപോയ കാഫിറുകളുടെ ഹൃദയം വളരെ മലീമസമാണ്. ആ ഹൃദയം മരിച്ചുപോയ മയ്യത്തായി ഖബറിൽ കിടക്കുന്ന കാഫിറുകൾ, അവിശ്വാസികൾ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? അവരോട് ഒന്ന് ഓതിയിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് ഈമാൻ കിട്ടൂല, അല്ലെങ്കിൽ ഹിദായത്തിലാകൂല, അല്ലെങ്കിൽ ഖബറിൽ കടന്ന് വേറെ എന്തെങ്കിലും ഞമ്മക്ക് പറഞ്ഞു തരാനോ സഹായിക്കാനോ ഒന്നും ഓൽക്ക് കഴിയൂല. എന്നാ അതുപോലെയാണ് ആര്? ഹൃദയം മരിച്ച അവിശ്വാസികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഒരു മരിച്ചിട്ടില്ല, ആ ജീവിച്ച അവിശ്വാസികൾ, കാഫിറുകൾ, അവരും ഇതുപോലെ തന്നെയാണ് നബിയെ. യാതൊന്നും അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയൂല. ഇപ്പൊ ചെമ്പരത്തിന്റെ ചോപ്പും പടണ്ടായി, മനസ്സിലായോ? രണ്ടും ശരിയായി, ഉപമയും ശരിയായി. ഉപമയിലുള്ള തശ്ബീഹും മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിം വജുഹുശബഹും എല്ലാം റെഡിയാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും വെച്ചാലുള്ള കുഴപ്പമാണ്. ഈ പറഞ്ഞ പദത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിടത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറയല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ കിതാബുർ റൂഹാനിന്റെ കയ്യിൽ. ഇനി ഇബ്നു തൈമിയ ഇതേ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫസിയാഖുൽ ആയത്തി യദുല്ലു അലാ അന്നൽ മുറാദ മിൻഹാ, ഈ പറഞ്ഞ ആയത്തിനാലുള്ള ഉദ്ദേശ്യം അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി ലാ തഖ്ദിറു, ഇതുപോലുള്ള വർത്തം ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യന്തഫിഉ ബിഹി. ഇത് നോക്കൂ, ഇബ്നുൽ തൈമിയ പറയുന്നു, ഫഇന്നൽ മുറാദ ബിദാലിക സംഉൽ ഖബൂലി വൽ ഇംതിസാൽ, കാതുകൊണ്ട് കേൾക്കുക എന്നല്ല കേട്ടോ ഈ ഇസ്മാഇന്റെ, ഈ സമാഇന്റെ അർത്ഥം. പിന്നെ എന്താണ്? അനുസരണം ഉണ്ടാവുക. അനുസരണം ഉണ്ടാവുക എന്നത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് അതിൽ ഈ പറയുന്നത്. അത് ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവയുടെ 24-ാമത്തെ വാള്യം 364-ാമത്തെ പേജിൽ ഇബ്നു തൈമിയയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ അർത്ഥം വെച്ചെടുത്തുള്ള തകരാറാണ് ഇതൊക്കെ പറ്റിയത്. അവിടെ നിന്നാണ് ചെമ്പരത്തിലേക്ക് പോകേണ്ടി വന്നതും. അതൊന്നും നമ്മൾ പറയുന്ന അർത്ഥം അനുസരിച്ച് ഒരു പ്രശ്നവും ഇല്ല. പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞു ഇസ്മ എന്ന് പറഞ്ഞാല് അള്ളാഹു ഉപയോഗിച്ച വാക്ക് ഇന്നക ലാ തുസ്മി, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല എന്ന്. അലവി സഖാഫി പറയേണ്ടത് അള്ളാഹു ഉദ്ദേശിച്ച അതല്ല, നിങ്ങൾക്ക് അനുസരിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അലവി സഖാഫി അനുസരിപ്പിക്കുക എന്ന് വേറെ അറബി വാക്കുണ്ട്. അലവി സഖാഫി അല്ല പറഞ്ഞത്, ഇബ്നുൽ തൈമിയ ഇബ്നുൽ ഖയ്യിമാണ്. ഇബ്നുൽ ഖയ്യിമാണ്. നിങ്ങൾ എന്റെ പേരിൽ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ്. അലവി സഖാഫിന്റെ പേര് കുറ്റം പറയുന്നത് ഇബ്നുൽ ഖയ്യിമാണ്. ആദ്യം തന്നെ എനിക്കത് ഇതിനെ പറ്റി ആരോപണം പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആരോപണം പറയുമ്പോൾ അലവി സഖാഫി പറഞ്ഞു, അലവി സഖാഫി അല്ല, ഇബ്നുൽ ഖയ്യിമാണ് പറഞ്ഞത്, മുജാഹിദിന്റെ പതാകവാഹകൻ. ഇനി പറഞ്ഞു. നമുക്ക് ആദ്യം ഒരു സംഭവം ഒരാളെ കൊണ്ട്, അള്ളാന്റെ സൃഷ്ടികൾ കൊണ്ട് കേൾപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാല് ഒന്നങ്ങാട് തിരുത്തി പറയണം, അതല്ലെങ്കിൽ റസൂൽ തിരുത്തി പറയണം.
ഇത് രണ്ടും ഇല്ലേ അത് അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ വേറെ പറഞ്ഞുതരാ നിങ്ങളവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, ഇതൊന്നും കൂടെ പറഞ്ഞേ. പിന്നെ ഇബ്നു ഖയ്യിം പറഞ്ഞതിലും തെറ്റില്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം അള്ളാഹു ഓൾറെഡി ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും, മരിച്ചുപോയവരെ കേൾപ്പിക്കും, ജീവൻ വെപ്പിക്കും, കല്ലിനെ കേൾപ്പിക്കും, മുള്ളിനെ കേൾപ്പിക്കും. അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളല്ല ഇവിടെ ചർച്ച. അള്ളാഹു അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം എന്താണ് അതിൽ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു ഞാനതിനെ തെറ്റാണെന്ന് പറയില്ല, ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ പറഞ്ഞ വാദത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ആയത്തിൽ ഓൾറെഡി അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും. അതിനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അപ്പൊ അതിൽ തെറ്റില്ലല്ലോ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖബൂർ. നിങ്ങൾക്ക് ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ്. അതേസമയം നമുക്ക് ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റില്ല. അത് അവിടെ അതേപോലെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് നോക്കാതെ നിങ്ങൾ ഈ പറയുന്നത് എന്ത് പൊട്ടത്തരങ്ങൾ ഈ പറയുന്നത്? എന്താ ഈ പറയുന്നത്? ഇബ്നുൽ ഖയ്യിം ഇന്നല്ലാഹ മൻ യശ്ബിസ്മ മൻ യശാഇനെ പറ്റിയായി പറഞ്ഞത്. 4 വട്ടം പറഞ്ഞുതരാം. എത്ര വട്ടം പറഞ്ഞു? ഇനിയും പറയാം. കഥയില്ലാതെ നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഇതാ മൻ യശാഇനെ പറ്റി അവിടെ പറഞ്ഞത്. എന്താണ് ഈ ജാതി വർത്താനൊക്കെ പറഞ്ഞ? ഒന്ന്. രണ്ടാമത്തത് അല്ലാഹു തആല പറഞ്ഞതിനെതിരിൽ അലവി സഖാഫി അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞതേ. കാതുകൊണ്ട് കേൾപ്പിക്കുക നിങ്ങൾ വെച്ചോടുത്തുള്ള തകരാറാണത്. അതല്ല അല്ല പറഞ്ഞത്. പിന്നെയും അല്ല പറഞ്ഞതിനെതിരിൽ പറഞ്ഞു. അല്ല പറഞ്ഞത് നിങ്ങൾ കേട്ട മാതിരി ആയെങ്കിലല്ലേ അതിനെതിരാവുള്ളൂ. എന്താ ഇത്ര പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം, കേട്ടോളൂ. അമ്മാ ഖൗലുഹു തആല, അപ്പൊ അല്ലാഹു തആലാന്റെ ഖൗല്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇന്നല്ലാഹ മൻ യശാ അല്ലബടെ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. നിങ്ങൾ ഓതിയ ഞമ്മക്കെതിരിൽ ഓതിയ ആയത്ത്, ആ ആയത്തിനെ പറ്റി ഇബ്നുൽ ഖയ്യിം പറയാ, ഫസിയാഖുൽ ആയത്തി, ഈ ആയത്തിന്റെ പശ്ചാത്തലം അത് യദുല്ലു, അത് അറിയിക്കുന്നു, അലാ അന്നൽ മുറാദ മിൻഹാ, ഈ ആയത്തിനാലുള്ള ഉദ്ദേശ്യം എന്താണ്? അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി, ഹൃദയം മരിച്ചിട്ടുള്ള കാഫിറായ മനുഷ്യൻ, ആ മനുഷ്യനെ പറ്റിയാണ് ഇതിൽ പരാമർശം. ആ മനുഷ്യനുണ്ടല്ലോ, ലാ തഖ്ദിറു, നബിയെ തങ്ങൾക്ക് സാധിക്കൂല, അലാ ഇസ്മാഇഹി, ആ ഹൃദയം മരിച്ച അവിശ്വാസിയായ ആളെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. എങ്ങനെ കേൾപ്പിക്കുക? ഇസ്മാഅൻ യന്തഫിഉ ബിഹി, കാതുകൊണ്ട് കേൾപ്പിക്കലല്ല. അതാ ഇസ്മാഅൻ യന്തഫിഉ ബിഹി, അയാൾക്ക് ഉപകാരമുള്ള രൂപത്തിൽ കേൾപ്പിക്കാൻ സാധിക്കൂല എന്നാണ് ഇതിന്റെ അർത്ഥം. അതല്ലാതെ മരിച്ചോല് കേൾപ്പിക്കൂല, മരിച്ചവരെ കേൾപ്പിക്കൂല എന്നല്ല. അത് പിന്നീട് മുപ്പത് വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ. വലം യുരിദ് സുബ്ഹാനഹു, അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്ത്? അന്ന അസ്ഹാബൽ ഖുബൂരി, ഖബറിലുള്ള ആളുകൾ, ലാ യസ്മഊന, അവർ കേൾക്കൂല, ശൈഅൻ, ഒരു വസ്തുവിനെയും കേൾക്കൂല എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ലാന്ന് അലവി സഖാഫി പറയല്ല. അള്ളാന്റെ ഉദ്ദേശം അലവി സഖാഫി അല്ല പറയണത്. അത് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ കിട്ടുന്നു എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായ ഇബ്നുൽ ഖയ്യിമാണ് പറയുന്നത്, ഞങ്ങളല്ല. എന്നിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു, ഹാദിഹില്ലായത്തു, ഈ ആയത്തിന്റെ ചർച്ച കഴിഞ്ഞ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് എന്താ അറിയോ? ഹാദിഹില്ലായത്തു, ഈ ആയത്ത് നളീറു ഖൗലിഹി, അള്ളാഹുവിന്റെ മറ്റൊരു ഖൗലുണ്ട്, മറ്റൊരായത്തുണ്ടല്ലോ, ആ ആയത്തിന് തുല്യമായതാണ്. ഏതാ ആയത്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ നെളീറാകുന്നു. അതും അതിനോട് സമാനമായ ആയത്താ. അപ്പൊ അതിന്റെ അർത്ഥം ഇതന്നെയാണ്. അതല്ലെങ്കിൽ ആർക്കാ ചിന്തിച്ചാ അറിയില്ലേ? ഈ ആയത്ത് ശരിക്കും അർത്ഥം വെച്ചാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ ആ തുണ്ട് മാത്രം നോക്കിയത് കൊണ്ടല്ലേ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇന്നക്ക നബിയെ നിങ്ങൾ ഇതാ ലാ തുസ്മിഉൽ മൗത, മരിച്ചുപോയ നിങ്ങളെ അർത്ഥം അനുസരിച്ച് ജീവൻ പോയ ആളുകളെ കേൾപ്പിക്കൂല. വലാ തുസ്മിഉ, തങ്ങൾ കേൾപ്പിക്കൂല. അസുമ്മ, ബദിരന്മാരെയും കേൾപ്പിക്കൂല. അദ്ദുആ, ദുആഇനെ കേൾപ്പിക്കൂല. എന്നാ ക്ഷണിച്ചാലുള്ള ക്ഷണത്തെ സ്വീകരിക്കൂല, വിളിയെ കേൾപ്പിക്കൂല. എപ്പോ? ഈ മരിച്ചവരും സുമ്മുകളും ഒക്കെ എപ്പോ? ഇതാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയാല്. മരിച്ച ആളുകൾ എങ്ങനെ പിന്തിരിഞ്ഞു പോവുക? എന്ത് വർത്താനാ ഈ പറഞ്ഞത്? മരിച്ച ആളുകൾ ഇതാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്നിട്ട് പോയാൽ ഖുർആൻ പറഞ്ഞത്. മരിച്ച ആളുകൾ പിന്നിട്ട് പോകും. അപ്പൊ മുജാഹിദിന്റെ ആശയം അടിമേൽ കീഴ്മേൽ മറിയല്ലോ. മരിച്ചവർക്ക് പിന്നെ പിന്നിട്ട് പോകാനും മുന്നിട്ട് പോകാനും കഴിയുന്നല്ല ഇതിന് അർത്ഥം വരിക. ഈ മരിച്ചുപോയ ആളുകൾ, നിങ്ങളെ ഭാഷ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, അവർ പിന്തിരിഞ്ഞാൽ
അവർ പിന്തിരിഞ്ഞാൽ അവരെ കേൾപ്പിക്കാൻ കഴിയില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതാ പറഞ്ഞത്, ഹൃദയം മരിച്ച ആളുകളാണ് അവർ നബിയെ തങ്ങൾ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാതെ പിന്തിരിഞ്ഞു നിൽക്കുന്ന പിന്തിരിപ്പൻ ശക്തികളാ. അവരോട് തങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ തങ്ങൾക്ക് അനുസരിപ്പിക്കാൻ സാധിക്കൂല. സ്പഷ്ടമാണ്. ഇതാ വല്ലൗ മുദ്ബിരീന ഖുർആൻ, നിങ്ങളാ ഓതിയ ആയത്തിന്റെ അവസാന ഭാഗം അങ്ങനെയാണ്. മരിച്ച ആളുകൾ പിന്തിരിഞ്ഞു പോകുമോ? അപ്പൊ തന്നെ മനസ്സിലാവൂലേ ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? ഈ പറഞ്ഞ ജീവ് പോയ മയ്യത്തുകളെ കുറിച്ചല്ല അതിൽ പറയണത്. ഇത് ഇബ്നുൽ ഖയ്യിം പറയണ്ട. ഒരല്പം ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇബ്നുൽ ഖയ്യിമിന്റെ ഉദാഹരണം ഒന്നും പറയണ്ട, കുറച്ച് സംഗതി ഇതിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി, എന്നാ അവർക്ക് മനസ്സിലാവും. ഇത് ഇതാ വല്ലൗ മുദ്ബിരീൻ, പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾ മരിച്ചോലെ കേൾപ്പിക്കൂല. മരിച്ചോല് പിന്തിരിഞ്ഞു പോകൂല. അപ്പൊ ആ പറഞ്ഞ മയ്യത്ത് മൗത്താന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? ഹൃദയം മരിച്ച ആളുകളാണ്, ജീവൻ പോയിട്ടില്ല, ഹൃദയം മരിച്ച അവിശ്വാസികളാണ്, സന്മാർഗം ഹൃദയത്തിലേക്ക് കയറുന്നില്ല. അവരെ എത്ര പറഞ്ഞാലും നബിയെ ഓല് പിന്തിരിഞ്ഞു പോവാണ്, ഓല് ഉൾക്കൊള്ളുന്നില്ല തങ്ങൾ പറയുന്നത്, അത് പിന്തിരിഞ്ഞു പോവാണ്. അങ്ങനത്തോലെ തങ്ങൾക്ക് അവരെ ഹൃദയത്തിലേക്ക് ഈമാൻ എത്തിക്കാൻ തങ്ങൾക്ക് കഴിയൂല. ഇതാണ് ഈ ആയത്ത് പറയണത് എന്ന് എല്ലാവർക്കും തിരിയണ കാര്യമാണ്. ആയത്ത് ശരിക്കും അർത്ഥം വെച്ചാലും തിരിയും. നിങ്ങളെ ഏതോ ഒരു സാധു മൗലവി പെടുത്തിയതാണ്. അള്ളാഹു താല ആ മൗലവിക്കും ഹിദായത്ത് കൊടുക്കട്ടെ, നിങ്ങൾക്ക് ഏതായാലും ഹിദായത്ത് കിട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നീ ചോദിക്ക്, ഈ പറഞ്ഞ ആയത്തൊന്ന് ശരിക്കും അർത്ഥം വെച്ചോളി. ആദ്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതില് സഖാഫി അതിൽ തെറ്റില്ല. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ സംസാരിക്കാൻ വിളിക്കും. അതിലെന്താ പറഞ്ഞത്? ഇമാം എന്താ പറഞ്ഞത്? അള്ളാഹു ഒരിക്കലും കേൾപ്പിക്കൂല എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം കേൾപ്പിക്കണ്ടല്ലോ, ചെരുപ്പടി ശബ്ദം കേൾപ്പിക്കണ്ട അള്ളാഹു, പിന്നെ സലാം പറഞ്ഞാൽ കേൾപ്പിക്കണ്ട അള്ളാഹു, അതൊക്കെ അള്ളാഹു കേൾപ്പിക്കുന്നല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരിയാണ്. അദ്ദേഹം എവിടെ പറഞ്ഞു? ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ നമ്മള്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചാൽ കബറിൽ കിടക്കുന്നവർ. പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചെരുപ്പടി ശബ്ദത്തിനെ കുറിച്ചോ മറ്റൊന്നും സംസാരിക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിപ്പിച്ചാൽ കേൾക്കൂ അതുമല്ല, കേൾക്കൂലേ അതുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ? ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള, നിങ്ങളെ പോലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ, മരിച്ചുപോയ ആളുകളെ വിളിച്ചാൽ കേൾക്കൂല എന്നുള്ള പറയുന്നു. അതാണ് അവിടെ, ഇതാണ് ചർച്ച. ഈ പോയിന്റിക്ക് നിങ്ങൾ ഈ പോയിന്റിക്ക് വരുന്നില്ല. നിങ്ങൾ പിന്നെ പറഞ്ഞു ഹൃദയം മരിച്ചുപോയ കാഫിരീങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. ഹൃദയം മരിച്ച കാഫിരീങ്ങളെ, അതായത് സത്യസന്ദേശം സ്വീകരിക്കാത്ത മുശ്രിക്കീങ്ങളെ, കാഫിരീങ്ങളെ അള്ളാഹു മരിച്ചുപോയ, ഒന്നും കേൾക്കാത്ത മരിച്ചുപോയ കബറിൽ കിടക്കുന്ന ആളുകളുമായിട്ട് ഉപമിക്കാണ്. മസലാണത്, മസല്. അത് ഇവിടെ റാസിന്റെ തഫ്സീറിലൊക്കെ നിങ്ങൾ തഫ്സീർ നോക്കിയാൽ മനസ്സിലാവും. അത് മസലായിട്ട് കൊടുത്താണ് പറഞ്ഞിട്ടുണ്ട്. മസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഉപമല്ലേ? അതൊരു ഉപമായിട്ട് കൊടുത്താണ്. പിന്നെ നിങ്ങൾ ആ ഉപമ ഞാൻ പറഞ്ഞുതരാം. ഇന്നക്കല തുസ്മിയുൽ മൗത്ത അവിടെ നിർത്തിയിട്ട് വല തുസ്മി സുമുദ്വാന്നാണ് പോണ്ട്. അങ്ങനെ എല്ലാം രണ്ടല്ലേ? കൊടുത്തില്ല ഇവിടെ, അപ്പൊ രണ്ടായില്ലേ? നിങ്ങളത് കഴിഞ്ഞോ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങള് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ് അല്ലേ? എന്നാ അതന്നെയാണ് വിഷയം, തീർന്നു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് നിങ്ങൾ ഓതിയ ആയത്തിന്റെ അർത്ഥം മരിച്ചോല് കേൾക്കൂല എന്നല്ല എന്നാ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അത് ശരിയാന്നപ്പോ നിങ്ങൾ പറഞ്ഞത്. അതന്നെ ഞമ്മക്കും ആവശ്യമുള്ളൂ. വെറുതെ കുറെ ബഹളം വെക്കേണ്ട കാര്യമല്ലോ. നമ്മൾ പറഞ്ഞത് ഇപ്പൊ അതന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ എന്താ? നിങ്ങൾ മരിച്ചോൽക്ക് കേൾക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് നിങ്ങൾ ചോദ്യം ഉന്നയിച്ചത്. അതിനുവേണ്ടി 3 ആയത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ വലിയ ആവേശത്തിൽ നിങ്ങൾ വന്നത്. ആ ഓതിയ ആയത്തുകളൊന്നും മരിച്ചവർ കേൾക്കുകയില്ല എന്നതിന് തെളിവല്ലാന്ന ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. മനസ്സിലായോ? ആ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ നമ്മളധികം പറയേണ്ടല്ലോ, അതന്നെ ഇപ്പൊ ഞങ്ങളും പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മസലാണ്. ആ മസലിന്റെ അർത്ഥം ചെമ്പരത്തിന്റെ ഉദാഹരണം നേരത്തെ നിങ്ങൾ പറഞ്ഞത്, അത് ഞാൻ ഉപമിച്ചു മസൽ തന്നെയാണ്. അതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഖബറടക്കിയ കുഫാറുകളായ കാഫിറുകളായ ഖബറാളികൾക്ക് ഒരു സംഗതിയും അനുസരിപ്പിക്കാൻ കഴിയൂല. അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന കാഫിറുകളും ഹൃദയം മരിച്ച അവിശ്വാസികൾക്കും ഓലെ ഹൃദയത്തിൽ ഒന്നും കയറ്റാൻ കഴിയൂല. അതന്നെ മസല് എന്ന് പറഞ്ഞത്. അതിന് മസലെന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ എവിടെ ഉള്ളത് എന്ന് എനിക്കറിയില്ല. ആയത്തിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ അർത്ഥം, ആ തശ്ബീഹിന്റെ മഴന റാസിം എല്ലാ തഫ്സീറും നോക്കിയിട്ടാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ റാസി നോക്കിക്കോളി, മറ്റൊന്ന് നോക്കിക്കോളി. നോക്കാൻ നമ്മളോട് ഇങ്ങനെ കൽപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളത് കൽപ്പിച്ച് അത് നോക്കി വന്നതിന്റെ ശേഷമുള്ള വർത്തമാനാണ് നമ്മൾ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ മസലായത് കൊണ്ട്, തശ്ബീഹായത് കൊണ്ട്
മരിച്ചവർ കേൾക്കൂല എന്നല്ല വരിക. എന്താ പറഞ്ഞത്? അവിശ്വാസികളായി മരണപ്പെട്ട് ഖബറിലുള്ളവർക്ക് ഒരു സംഗതിയും നിങ്ങൾക്ക് അനുസരിപ്പിക്കാൻ സാധിക്കൂല. എന്നാ അതുപോലെയാണ് ജീവിച്ചിരിക്കുന്ന കാഫിറുകളും അവിശ്വാസികളും. അവരുടെ ഹൃദയത്തിലേക്കും എന്ത് കയറ്റാൻ കഴിയൂല? ഈമാൻ ഹിദായത്ത് കയറ്റി ആചരിപ്പിക്കാൻ കഴിയൂല. ഇതാ അതിന്റെ അർത്ഥം. അതല്ലാതെ മരിച്ച ആളുകളെ കേൾപ്പിക്കാൻ കഴിയൂലേ? അങ്ങനെ ഒരർത്ഥം ഈ ആയത്തിന് ഇല്ല തന്നെ ഇബ്നുൽ ഖയ്യിം ഈ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാന്നും പറയാ, എന്നിട്ട് ഞാൻ ആ ശരി പറയുമ്പോ പറയാം അത് ശരിയല്ല എന്നും പറയാം. ഇത് വൈരുദ്ധ്യാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറയുന്നു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് എന്താ? പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഓതിയ 3 ആയത്തുകളും എന്തല്ല, മരിച്ചവർ കേൾക്കുകയില്ല എന്നതിന് തെളിവല്ല എന്നാ ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അത് ശരിയാ നിങ്ങൾ പറഞ്ഞാൽ വിഷയം തീർന്നു. ഇത് രണ്ടും കൂടി നിങ്ങൾ 2 തോണിയിൽ കൂടി കാലിടല്ലി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണ്. 2 സംഗതിയും ക്ലിയർ ആക്കിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ അർത്ഥം ഈ ആയത്തുകൾ മരിച്ചവർ കേൾക്കുകയില്ല എന്നതിന് തെളിവല്ല. അതാ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അതാണ് ഞാൻ വായിച്ചത്. അങ്ങനെയല്ല ഞാൻ ഈ വായിച്ചതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കിതാബ് ഞാൻ തരാ. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. മൈക്കാണ് തരാ. പക്ഷേ നിങ്ങൾ മാത്രമാവില്ല അർത്ഥം വെക്കുക, നമ്മൾ 2 കൂടി കാരണം പിന്നെ അർത്ഥം വെക്കുക. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് എവിടെയാണ് തകരാറ് പറ്റിയതെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ചു പറയാം. അത് ഞാൻ ഇതിൽ എന്തെങ്കിലും കട്ടെടുക്കുകയോ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മൂടി വെക്കുകയോ അല്ലെങ്കിൽ തെറ്റായി അർത്ഥം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ശരിയാണ്, പിന്നെ നിങ്ങൾ പറഞ്ഞതും ശരിയാണ്, ഞാൻ പറഞ്ഞത് മാത്രം തെറ്റ് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ തെറ്റ്, ഞാൻ പറഞ്ഞത് എങ്ങനെ തെറ്റാകുക? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധരിച്ചിടത്ത് തകരാറ് പറ്റിയിരിക്കുന്നു. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. ഇനി ഇതല്ല ഈ പറഞ്ഞ തന്നെ ആവർത്തിക്കണ്ട. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളി. പറഞ്ഞെ പറയണ്ട. നിങ്ങൾ വീണ്ടും ദുർവ്യാഖ്യാനിക്കാണ്. നമുക്ക് ഞാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലില്ല. ഞാനിപ്പോ പറഞ്ഞില്ല എവിടെ തകരാറ്. പാടില്ല, അത് ഒരിക്കലും പാടില്ല. നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ശരി പറയാം. അള്ള പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ കേൾപ്പിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞിട്ടില്ല. കേൾപ്പിക്കാനല്ല അല്ല 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 തുസ്മിയുടെ അർത്ഥം ഈ ആയത്തിൽ കേൾപ്പിക്കുക എന്നല്ല. കൂട്ടി തുസ്മിയുടെ അർത്ഥം കേൾപ്പിക്കുക എന്നല്ല. ഇബ്നുൽ ഖയ്യിം പറയുന്നു കേൾപ്പിക്കുക എന്നല്ല, അനുസരിപ്പിക്കുക എന്നാകുന്നു. അതന്നെ തകരാറ്. ഇവിടെ തന്നെ പ്രശ്നം. ഇവിടെ തന്നെ ലോകം ഒന്നാകെ കേൾക്കുന്നുണ്ട്. ഇതിലൂടെ ലോകം ഒന്നാകെ കേൾക്കുന്നുണ്ട്. ലോകം ഒന്നാകെ കേൾക്കട്ടെ. നിങ്ങളെ മണ്ടത്തരം പൊട്ടത്തരം മുജാഹിദ് നിങ്ങളെ പഠിപ്പിച്ച പൊട്ടത്തരം ലോകം ഒന്നാകെ അറിയട്ടെ. ഇന്നകല തുസ്മിഉ എന്ന് പറഞ്ഞ തുസ്മിഉന്റെ അർത്ഥം കേൾപ്പിക്കുക എന്നല്ല, അനുസരിപ്പിക്കുക എന്നാണ്. ഈ അർത്ഥം ലോകം ഒന്നാകെ അറിയട്ടെ. ഇതാ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെ വരട്ടെ. ഞാൻ ഇത് ആദ്യം തന്നെ ആദ്യം 1ാമത്തെ റൗണ്ടിൽ തന്നെ ഇത് പൊട്ടിക്കാനും കഴിയും. ഞാൻ പിന്നെ എന്താ അറിയോ, അങ്ങനെ ആദ്യം തന്നെ ലാസ്റ്റ് അങ്ങനെ ആയിട്ടില്ല. നിങ്ങൾ വഴിപ്പെടുന്ന അനുസരിപ്പിക്കുക. അതാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥമാണെങ്കിലും നമ്മളെ വിഷയം എന്താ അർത്ഥം? അർത്ഥം അതല്ല നമ്മളെ വിഷയം. ഇന്നക ലാ തുസ്മിഉൽ മൗത, ലാ തുസ്മിഉ എന്ന് പറയുന്ന സമാഇന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് നിങ്ങളെ മരിച്ചവർ കേൾക്കുകയില്ല എന്നാണെന്ന് ജാഹിലുകളായ മൗലവിമാര് നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതാ കുഴപ്പം. ആ ജഹാലത്ത് നീങ്ങിയാലേ നിങ്ങളൊക്കെ ശരിയാവുള്ളൂ. നിങ്ങൾ മാത്രല്ല നിങ്ങളെ പഠിപ്പിച്ച സർവ്വ മൗലവിമാരും. അതുകൊണ്ട് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞ സമാഇന്റെ അർത്ഥം എന്താ? അനുസരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. അതാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ എന്ത് പറയാറുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ആ അർത്ഥത്തിന് നമ്മൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളോട് ഉസ്താദ് പറയും ശിഷ്യന്മാരോട്, എടാ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല എന്ന് പറയും. എന്തായി കേട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അനുസരിച്ചില്ല. അപ്പൊ അനുസരിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ കാതുകൊണ്ട് കേൾക്കുക എന്ന അർത്ഥത്തിലല്ല, അനുസരിപ്പിക്കുക എന്ന അർത്ഥത്തിന് സമാഇ തുസ്മിഉ എന്ന പദപ്രയോഗം പറയുന്നു. ആയത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അതാണെന്ന് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തുന്നു. ഇബ്നു തൈമിയ്യ തന്റെ മജ്മുഅത്തുൽ ഫതാവയിലും രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ വരട്ടെ. ഈ സംഗതി വേഗം തീരുമാനമായി, പെട്ടെന്ന് തീരുമാനമാവും ഇൻഷാ അല്ലാഹ്. ഇനി എന്താ ചോദിക്കി? വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കി?